അധ്യായം 31. പേരക്കിടാങ്ങൾ കഥ കേൾക്കാൻ വന്നിരുന്നു. കഥ പറയാൻ തുടങ്ങി. മണ്ഡോദരി രാമാവതാര രഹസ്യം വിസ്തരിച്ച് രാവണനോട് പറഞ്ഞു. രാമന് ജയിക്കാൻ ആർക്കും കഴിയില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. സീതയെ രാമന് നൽകണം. രാജ്യം വിഭീഷണനെ ഏൽപ്പിക്കൂ. വനത്തിൽ പോയി ശേഷിച്ച കാലം ജീവിതം നയിക്കാം. രാവണനുണ്ടോ അവസാന ശ്വാസം വരെ അനുസരണശീലം? രാവണൻ തൻ്റെ മുൻ തീരുമാനത്തിൽ നിന്നും കടുകിട മാറിയില്ല. വീണ്ടും പോരിനിറങ്ങി. രാമനോട്, ഇത്തവണ രണ്ടിലൊന്ന് അറിഞ്ഞേ മടങ്ങൂ. രഥത്തിന് തന്നെ ഉണ്ട് പ്രത്യേകത. 16 ചക്രങ്ങളുണ്ട്. പിശാചിൻ്റെ മുഖമുള്ള ഭീകര കഴുതകളെയാണ് പൂട്ടിയിരിക്കുന്നത്. വേഗതയോടെ പെട്ടെന്നുള്ള വരവ് കണ്ടപ്പോൾ വാനരപ്പട പേടിച്ചു. ഹനുമാൻ മുന്നേറി മുഷ്ടി ചുരുട്ടി ഇടിച്ചു. പ്രഹരമേറ്റ് രാവണൻ ക്ഷീണിച്ചു. രാവണനും മുഷ്ടിയുദ്ധത്തിൽ മോശക്കാരനല്ല. ഹനുമാനും കിട്ടിയ കണക്കിന്. ഹനുമാൻ അഗ്നിവർണ്ണനെയും അങ്കദൻ സർവരോമനെയും നളൻ ഖഡ്ഗരോമനെയും നീലൻ വൃശ്ചികരോമനെയും വധിച്ചു. ശ്രീരാമനും രാവണനും തമ്മിൽ ശരങ്ങൾ വർഷിച്ചു. രാവണൻ രഥത്തിലും ശ്രീരാമൻ നിലത്തും നിന്ന് യുദ്ധം ചെയ്യുന്നു. യുദ്ധനീതിക്ക് വിരുദ്ധമാണിത്. ഇന്ദ്രൻ മാതലിയെ തൻ്റെ രഥം കൊടുത്തുവിട്ടു. മാതലി ശ്രീരാമൻ്റെ അടുത്തു വന്ന് വണങ്ങി വിവരം അറിയിച്ചു. ശ്രീരാമൻ ഇന്ദ്രൻ്റെ രഥത്തിൽ കയറി യുദ്ധം തുടങ്ങി. പച്ച നിറമുള്ള കുതിരകൾ പൂട്ടിയ ദിവ്യരഥം, ഇന്ദ്രകവചവും വാളും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം രഥത്തിലുണ്ട്. രാമരാവണ യുദ്ധം. രാവണന്റെ ആഗ്നേയാസ്ത്രത്തെ ആഗ്നേയാസ്ത്രം കൊണ്ടും ഭൈവാസ്ത്രത്തെ ഭൈവാസ്ത്രം കൊണ്ടും തടുത്തു. രാവണൻ ഘോരമായ രാക്ഷസാസ്ത്രം പ്രയോഗിച്ചു. ശരങ്ങൾ വിഷപ്പാമ്പുകളായി തീർന്ന് രാമന് ചുറ്റും വീണു. ചുറ്റും സർപ്പങ്ങൾ തിങ്ങി നിറഞ്ഞപ്പോൾ രാമൻ ഗരുഡാസ്ത്രമയച്ചു. സർപ്പങ്ങളെ വിഴുങ്ങുന്ന ഗരുഡന്മാർ നിറഞ്ഞു. രാവണൻ ശ്രീരാമന്റെ സാരഥി മാതലിയെ മുറിവേൽപ്പിച്ചു. രഥധ്വജം തകർത്തു. കുതിരകൾക്ക് മുറിവേറ്റു. പെട്ടെന്ന് ശ്രീരാമൻ ലോകാന്തകനായ കാലനെ പോലെ മുന്നോട്ട് കുതിച്ചു. ഇന്ദ്രാസ്ത്രമെടുത്ത് രാവണന്റെ ശിരസ് അരിഞ്ഞു വീഴ്ത്തി. എന്തൊരത്ഭുതം! വീണ്ടും തലകൾ കാണപ്പെട്ടു. തുരുതുരെ മുറിക്കപ്പെട്ടു. ഈ ജീവനാശമില്ല. ദിവ്യായുധങ്ങൾ ദിവ്യാസ്ത്രങ്ങൾ എല്ലാം പ്രയോഗിച്ചു. ഫലമില്ല. വിഭീഷണന് ഓർമ്മ വന്നു. പണ്ട് രാവണന് ബ്രഹ്മാവ് കൊടുത്ത വരം. അതെന്താ? കയ്യുകൾ മുറിച്ചാലും തലകൾ അറുത്താലും അവ വീണ്ടും മുളച്ചു വരും. അതിന് കാരണം നാഭിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു ദിവ്യ അമൃതാണ്. അതുകൊണ്ട് നാഭിയിലേക്ക് ആഗ്നേയാസ്ത്രം അയച്ച് അമൃത് ഇല്ലാതാക്കണം. വിഭീഷണൻ ശ്രീരാമനെ വിവരമറിയിച്ചു. രാവണന്റെ നാഭിയിലേക്ക് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. തലകളും ബാഹുക്കളും വെട്ടി. ഭീകര ശിരസുകൾ അപ്രത്യക്ഷമായി. രാവണന് സാധാരണ രാക്ഷസ രൂപം ലഭിച്ചു. ഒറ്റത്തലയും 2 കൈകളും. രാവണന് വിഭീഷണനോടുള്ള വൈര്യം വർദ്ധിച്ചു. തൻ്റെ രഹസ്യങ്ങൾ അവൻ ശത്രുവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. മഹാശക്തിയെടുത്ത് വിഭീഷണൻ നേരെ അയച്ചു. തന്നെ സഹായിച്ച സുഹൃത്തിന് അപകടമുണ്ടാവരുത്. ശ്രീരാമൻ ആ മഹാശക്തിയെ അമ്പെയ്ത് വീഴ്ത്തി. ഇന്ദ്രൻ പലതവണ മാതലിയോടൊപ്പം രാവണന് നേരെ യുദ്ധം ചെയ്തിട്ടുള്ളവനാണ്. ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയൂ. മാതലി ഇക്കാര്യം ശ്രീരാമനെ ഓർമ്മപ്പെടുത്തി. ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം മന്ത്രം ജപിച്ച് രാവണന്റെ ഹൃദയം ലക്ഷ്യമാക്കി അയച്ചു. രാവണന്റെ നെഞ്ചു പിളർന്നു. രാവണൻ കൊല്ലപ്പെട്ടു. ധർമ്മം ജയിച്ചു. അധർമ്മം തോറ്റു. ദേവവാദ്യം മുഴങ്ങി. അവർ പൂമാരി ചൊരിഞ്ഞു. എല്ലാവരും ശ്രീരാമനെ സ്തുതിച്ചു. രാവണന്റെ ഉടലിൽ നിന്നും ഉയർന്നു വന്ന ദിവ്യ ജ്യോതിസ് ശ്രീരാമനിൽ ലയിച്ചു. രാവണൻ സായുജ്യം നേടി. രാവണവധം കഴിഞ്ഞ് ശ്രീരാമൻ എല്ലാവരോടുമായി പറഞ്ഞു, തൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല രാവണൻ കൊല്ലപ്പെട്ടത്. അതിൻ്റെ പിന്നിൽ ഹനുമാനും സുഗ്രീവനും ലക്ഷ്മണനും വിഭീഷണനും അങ്കദനും ജാമ്പവാനും ഒക്കെയുണ്ട്. ശ്രീരാമന്റെ ഹൃദയവിശാലത കണ്ടോ? സഹവർത്തികളുടെ കഴിവിനെ മാനിക്കുന്നു. രാവണൻ ദുഷ്ടനാണെങ്കിലും സ്വന്തം ജ്യേഷ്ഠനാണ്. സ്വന്തം സഹോദരനല്ലേ മരിച്ചു കിടക്കുന്നത്. ഇനി ജ്യേഷ്ഠന് വേണ്ടി ഒന്നേ ചെയ്യാനുള്ളൂ, ശേഷക്രിയ. വിഭീഷണൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൃതദേഹത്തിനരികെയിരുന്നു. മണ്ഡോദരിയും മറ്റു ഭാര്യമാരും രാവണന്റെ മൃതദേഹത്തിൽ വീണ് മുറവിളി കൂട്ടി. വിഭീഷണൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് വിഭീഷണൻ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തു. വിഭീഷണൻ ലങ്കയിലെ രാജാവായി. വിഭീഷണന്റെ അനുവാദത്തോടെ ഹനുമാൻ ലങ്കയിൽ ചെന്ന് സീതാദേവിയെ വിവരങ്ങളെല്ലാം അറിയിച്ചു. സീത സന്തോഷാശ്രുക്കൾ പൊടിച്ചു. സീത കുളിച്ച് പട്ടുവസ്ത്രങ്ങൾ ഉടുത്ത് ശ്രീരാമന്റെ അടുത്തെത്തി. വാനരന്മാർക്ക് സീതയെ കാണാൻ തിരക്കായി. അവർ സീതയെ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഉന്തും തള്ളും ബഹളവുമായി. സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിഭീഷണൻ കാവൽക്കാരെ നിയോഗിച്ചു.
അവർ തിരക്ക് നിയന്ത്രിക്കാൻ വാനരന്മാരെ അടിച്ചൊതുക്കി. അത് ശ്രീരാമന് ഇഷ്ടമായില്ല. ശ്രീരാമൻ അത് പറയുകയും ചെയ്തു. സീതയെ കണ്ടെത്താൻ രാപ്പകലില്ലാതെ ബുദ്ധിമുട്ടിയവരാണവർ. അവർ ദേവിയെ ഇഷ്ടം പോലെ കണ്ടുകൊള്ളട്ടെ, ആരും നിയന്ത്രിക്കണ്ട. എല്ലാവരും സീതയെ കണ്ടു വണങ്ങി. സീത പരിശുദ്ധയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്തണം. രാക്ഷസന്മാരുടെ ഇടയിൽ കഴിഞ്ഞവളാണ്. ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ്. ലക്ഷ്മണൻ തീക്കുണ്ടമുണ്ടാക്കി. അഗ്നി ജ്വലിച്ചു. സീത ഭക്തിപൂർവ്വം രാമനെ വലം വെച്ചു. എല്ലാവരും നോക്കി നിർത്തി അഗ്നിയിൽ പ്രവേശിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. വനത്തിലുണ്ടായിരുന്ന അതേ സീതയെ ഒരു പോറല് പോലും ഏൽക്കാതെ ശ്രീരാമന് സമർപ്പിച്ചു. നിഷ്കളങ്കയായ സീതയെ ശ്രീരാമൻ സ്വീകരിച്ചു. സീതാരാമ സംഗമം കണ്ട് എല്ലാവരും പാടി സ്തുതിച്ചു. ദേവലോകത്തു നിന്ന് ദേവേന്ദ്രൻ പോലും എത്തിയിരിക്കുന്നു. ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് ദേവേന്ദ്രൻ രാമരാവണ യുദ്ധത്തിൽ മരിച്ച വാനരന്മാരെയെല്ലാം അമൃത് വർഷിച്ച് ജീവിപ്പിച്ചു. എന്നാൽ അവിടെ കിടന്നിരുന്ന രാക്ഷസന്മാർ ഉണർന്നില്ല. എന്തുകൊണ്ട്? വിഭീഷണൻ ശ്രീരാമനോട് ആരാഞ്ഞു. തൻ്റെ ശരമേറ്റവർ ഉയിർ വെടിഞ്ഞവരാണ്. ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ല. അവർക്ക് മോക്ഷം കിട്ടിക്കഴിഞ്ഞു. ആകാശത്തു നിന്ന് ദിവ്യവിമാനത്തിൽ ശിവനും പാർവതിയും സീതാരാമ സംഗമം കാണാൻ എത്തിയിരുന്നു. കൂടെ ദശരഥനുമുണ്ട്. മക്കളെ കാണാൻ ദശരഥനെ രാമലക്ഷ്മണന്മാർ ഭക്തിയോടെ വണങ്ങി. രാമനെ വാരിപ്പുണർന്നുകൊണ്ട് ദശരഥൻ അരുളി ചെയ്തു, സംസാര ദുഃഖത്തിൽ നിന്ന് താൻ മോചിതനായിരിക്കുന്നു. രാമാഭിഷേകം കാണാൻ അയോധ്യയിലെത്താമെന്ന് അരുളി ചെയ്ത് പരമശിവൻ യാത്രയായി. കൂടെ ദശരഥനും. വിഭീഷണൻ തൻ്റെ ആഗ്രഹം അറിയിച്ചു. എല്ലാവരും ഒരു ദിവസം ലങ്കയിൽ താമസിക്കണം. പിറ്റേന്ന് അയോധ്യയിലേക്ക് മടങ്ങാവൂ. പക്ഷേ ശ്രീരാമനുണ്ടോ അതിന് വഴങ്ങുന്നു? അനുജൻ ഭരതൻ തൻ്റെ വരവും കാത്ത് അയോധ്യയിൽ കാത്തിരിക്കുകയാണ്. താൻ താമസിച്ചു പോയാൽ അവൻ ജീവനൊടുക്കും. സുഗ്രീവൻ മുതലായ ശ്രേഷ്ഠന്മാരെ അയക്കാം. അവരെ പൂജിച്ച് സന്തോഷിക്കുക. അപ്പോൾ ഞാനും പൂജിതനായി. വിഭീഷണൻ വാനര ശ്രേഷ്ഠന്മാർക്ക് പാരിതോഷികം നൽകി. മറ്റുള്ളവർക്ക് പാലും തേനും പഴങ്ങളും മറ്റു പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും നൽകി സൽക്കരിച്ചു. എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു. സുഗ്രീവനും വിഭീഷണനും ശ്രീരാമൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ശ്രീരാമ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കണം. ശ്രീരാമൻ്റെ അമ്മയെ കണ്ടു വണങ്ങണം. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ശ്രീരാമൻ സമ്മതിച്ചു. പുഷ്പക വിമാനം പറന്നു വന്നു. എല്ലാവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. വിമാനത്തിലെ യാത്രക്കിടയിൽ ശ്രീരാമൻ സീതയ്ക്ക് ഓരോ സ്ഥലങ്ങൾ കാട്ടിക്കൊടുത്തു. ത്രികൂടഗിരിയിലെ നെറുകയിലുള്ള ലങ്ക, രാവണൻ, കുംഭകർണൻ, ഇന്ദ്രജിത്ത് എന്നിവർ മരിച്ചു വീണ സ്ഥലം, അനേകം പേരുടെ മാംസവും ചോരയും തളം കെട്ടി നിൽക്കുന്ന പോർക്കളം, ലങ്കയിലേക്ക് കടക്കാൻ കെട്ടിയ ചിറയും രാമേശ്വരത്ത് താൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രവും, അങ്ങനെ പഞ്ചവടി വരെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. അതിനിടയ്ക്ക് കിഷ്കിന്ധയിലെത്തിയപ്പോൾ വിമാനം നിർത്തി. താര മുതലായ വനിതകളെ കൂടി അതിൽ കയറ്റി. സീത അവരോട് കുശലം പറഞ്ഞ് പരിചയപ്പെട്ട സ്ഥലങ്ങളിലെ കഥകൾ ഓർത്ത് വിസ്മയം പൂണ്ടിരുന്നു. വിമാനം അയോധ്യയ്ക്കടുത്തെത്തി. അതാ ഭരദ്വാജാശ്രമം. പരിപാവനമായ പുണ്യഭൂമിയിലേക്ക് എല്ലാവരും ഇറങ്ങി. മഹർഷിയെ വണങ്ങി കുശലം പറഞ്ഞു. ശ്രീരാമൻ അയോധ്യ വിട്ടിട്ട് 14 വർഷം കഴിഞ്ഞു. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ വർത്തമാനങ്ങളാണ് അറിയുവാനുള്ളത്. ഭരതനും ശത്രുഘ്നനും സുഖം തന്നെയല്ലേ? അമ്മമാർ അവിടെ തന്നെയല്ലേ? വിശേഷം വല്ലതുമുണ്ടോ? അയോധ്യയിലെ പ്രജകൾക്ക് ക്ഷേമമല്ലേ? ചോദ്യങ്ങൾക്കെല്ലാം മഹർഷി ഉത്തരം പറഞ്ഞു. ഭരതൻ വ്രതനിഷ്ഠയോടെ ജ്യേഷ്ഠനെ കാത്തിരിക്കുകയാണ്. അയോധ്യ രാജ്യം ശ്രീരാമന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് മെതിയടികൾ പൂജിച്ച് കഴിയുന്നു. മഹർഷിയുടെ ആഗ്രഹപ്രകാരം എല്ലാവരും അന്ന് ആശ്രമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. പക്ഷേ താൻ മടങ്ങി വന്ന വിവരം ഭരതനെ അറിയിക്കാൻ താമസിച്ചുകൂടാ. ശ്രീരാമൻ ഹനുമാനെ ചട്ടം കെട്ടി. താനും ലക്ഷ്മണനും സുഗ്രീവനും വിഭീഷണനും അടക്കം വലിയൊരു സംഘം ഭരദ്വാജ ആശ്രമത്തിലെത്തിയിട്ടുണ്ട്. വിവരം അറിയിക്കണം. നാളെ അയോധ്യയിലെത്തും. സരയൂ നദി കടന്ന് ഹനുമാൻ നന്ദിഗ്രാമത്തിൽ വന്നു. മനുഷ്യരൂപം ധരിച്ച് ഭരതന്റെ അടുത്തെത്തി. വിവരങ്ങൾ പറഞ്ഞു. ഭരതൻ സന്തോഷാശ്രു പൊഴിച്ച് ഹനുമാനെ കെട്ടിപ്പിടിച്ചു. എന്തു ചെയ്യണം? ശുഭവാർത്ത അറിയിച്ച് ഹനുമാൻ എന്തു പ്രതിഫലം നൽകണം? എന്തു നൽകിയാലും അധികമല്ല. 14 വർഷത്തെ കഥകളുണ്ട് കേൾക്കാൻ. ഹനുമാൻ കഥകളെല്ലാം ചുരുക്കി ഭരതനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനി കഥ നാളെ. മുത്തച്ഛൻ എഴുന്നേറ്റു. കുട്ടികളും. അധ്യായം 32. കർക്കിടകം 32. രാമായണ മാസം അവസാന ദിവസം. കർക്കിടക മാസം മുഴുവൻ മുടങ്ങാതെ അധ്യാത്മരാമായണം വായിച്ച മുത്തശ്ശി രാവിലെ തന്നെ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തു. ശ്രീരാമന് പാൽപ്പായസവും ഹനുമാന് അവൽ നിവേദ്യവും വഴിപാട് കഴിച്ചു. ഹനുമാനെ പ്രസാദിപ്പിച്ചാലല്ലേ ശ്രീരാമൻ അനുഗ്രഹിക്കൂ. മുത്തശ്ശിയുടെ രാമായണ പാരായണം അവസാനിക്കുന്ന ദിവസമാണല്ലോ. എല്ലാവരും പ്രസാദം കഴിച്ചു. വൈകുന്നേരം കുട്ടികളെ കൂട്ടി അമ്പലത്തിൽ പോകണം. ശ്രീരാമസ്വാമിയെ ദർശിക്കണം. മുത്തശ്ശിയുടെ നിർബന്ധമാണ്. മുത്തച്ഛൻ സമ്മതിച്ചു.
അന്ന് മുത്തച്ഛന് ഉച്ചയുറക്കമില്ല. കുട്ടികൾ രാമായണ കഥയുടെ അവസാന ഭാഗം പറയാൻ ധൃതി കൂട്ടി. കഥ തുടർന്നു. നേരം വെളുക്കാൻ എല്ലാവർക്കും തിടുക്കം. രാജകീയമായി തന്നെ ജ്യേഷ്ഠനെയും അതിഥികളെയും സ്വീകരിക്കണം. മന്ത്രിമാർക്കും സൈന്യാധിപന്മാർക്കും വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ഭരതൻ ആജ്ഞ നൽകി. നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടക്കട്ടെ. വിശേഷ ദീപങ്ങൾ തെളിക്കട്ടെ. നഗരം തോരണങ്ങളാൽ അലങ്കൃതമാകട്ടെ. ആനകളും കുതിരകളും രഥങ്ങളും ദിവ്യങ്ങൾ വഹിച്ചുകൊണ്ട് അണിനിരക്കട്ടെ. മന്ത്രിമാരും സേനാനായകന്മാരും രാജ്ഞിമാരും ബ്രാഹ്മണരും എല്ലാം വരവേൽപ്പിന് ഒരുങ്ങട്ടെ. നേരം പുലർന്നു. അമ്മമാർ മൂവരും പല്ലക്കിൽ പുറപ്പെട്ടു. ഭരതൻ പാദുകങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് അനുജന്മാരോടൊപ്പം രാമസന്നിധിയിലേക്ക് നടന്നു. ഭരതന്റെ സഹോദര സ്നേഹം കണ്ടോ? ജ്യേഷ്ഠനോടുള്ള ബഹുമാനം കണ്ടോ? കാൽനടയായിട്ടാണ് വരുന്നത്. ഒരു ആർഭാടവുമില്ല. ഉള്ളു നിറയെ ഭക്തി മാത്രം. കണ്ടു നിന്നവർ കണ്ണുനീരൊഴുക്കി. അതാ എന്തോ പറന്നു വരുന്നു. സൂര്യനെ പോലെ പ്രകാശമുണ്ട്. ചന്ദ്രനെ പോലെ ശോഭയുണ്ട്. വിമാനമാണ്. പുഷ്പക വിമാനം. വിമാനം ഭൂമിയിൽ ഇറങ്ങി. ഭരതനും ശത്രുഘ്നും തിരക്കിട്ട് അതിലോടി കയറി. അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ശ്രീരാമൻ ഭരതനെ കെട്ടിപ്പിടിച്ചു. വേർപിരിഞ്ഞതിൻ്റെ ദുഃഖവും മടങ്ങിയെത്തിയതിൻ്റെ സന്തോഷവും. ഭരതൻ സീതയെ കുമ്പിട്ട് വണങ്ങി. ലക്ഷ്മണന് അഭിവാദ്യങ്ങൾ നൽകി. ശത്രുഘ്നും ലക്ഷ്മണനും വാത്സല്യത്തോടെ വാരിപ്പുണർന്നു. പുറത്ത് അയോധ്യാനിവാസികളുടെയും മാനവരൂപം പൂണ്ട വാനരന്മാരുടെയും ജയാരവങ്ങൾ, അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ, സ്നേഹാന്വേഷണങ്ങൾ, തേങ്ങലുകൾ എല്ലാം ചേർന്നൊരു ബഹളം. ഭരതൻ പാദുകങ്ങൾ ഭക്തിപൂർവ്വം ശ്രീരാമപാദങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് വണങ്ങി. അയോധ്യ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു സമ്പൽ സമൃദ്ധിയോടെ. പുഷ്പക വിമാനം തിരിച്ചയച്ചു. അതിൻ്റെ ശരിയായ ഉടമസ്ഥൻ കുബേരനാണ്. രാവണൻ പണ്ട് കുബേരനിൽ നിന്ന് തട്ടിയെടുത്തതായിരുന്നു. രാജഗുരു വസിഷ്ഠനെ വണങ്ങി സൽക്കരിച്ചിരുത്തി ഇനി ഭരതനിൽ നിന്ന് അയോധ്യയുടെ ഭരണം ഏൽക്കണം. 3 ലോകങ്ങളുടെയും സംരക്ഷകനായ ശ്രീരാമന് എന്തിന് ഈ അയോധ്യ രാജ്യം പ്രത്യേകം ഏൽപ്പിക്കണം? ബ്രഹ്മാണ്ഡം ചമയ്ക്കുന്ന ഭഗവാന് ഈ മാനവരാജ്യം എന്തിന്? അതോ പറയാം. രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിലും മനുഷ്യനാണ്. മനുഷ്യൻ്റെ ചേഷ്ടകൾക്ക് അതീതനല്ല. അതുകൊണ്ടാണ് രാജ്യഭാരമേറ്റത്. നിത്യവും രാമനെ പൂജിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ കാണും. അവർ സാധാരണക്കാരാണ്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണമെങ്കിൽ സ്വാധീനം വേണം, അധികാരം വേണം. മനുഷ്യ സമൂഹത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ ഭരണാധികാരിക്കേ കഴിയൂ. അത് പ്രവൃത്തിയിൽ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് രാജ്യഭരണം സ്വീകരിച്ചത്. സമൃദ്ധിയോടെ നീതി നടക്കുന്ന ഭരണം കാഴ്ചവെച്ച് മനുഷ്യനെ മാതൃക കാട്ടിക്കൊടുക്കണം. രാമരാജ്യം എന്നും പുകഴ്ത്തപ്പെടട്ടെ. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. ശ്രീരാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജടാധാരികളായ ദശരഥപുത്രന്മാരെല്ലാം മുടിയിറക്കി കുളിച്ചു. വിശിഷ്ടാഹാരങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി. ശ്രീരാമൻ സുമന്ത്രൻ കൊണ്ടുവന്ന തേരിലേറി. സുഗ്രീവനും അംഗദനും ഹനുമാനും വിഭീഷണനും ദിവ്യവസ്ത്രങ്ങൾ ഉടുത്ത് യഥാക്രമം തേരുകളിലും കുതിരപ്പുറത്തും മാനപ്പുറത്തും ഏന്തി രാമന് അകമ്പടി സേവിച്ചു. ഭരതൻ ശ്രീരാമൻ്റെ തേർ തെളിച്ചു. ശത്രുഘ്നൻ വെങ്കൊറ്റക്കൊടിയും ലക്ഷ്മണൻ ആലവട്ടവും പിടിച്ചു. രാമൻ അയോധ്യയിലേക്ക് എഴുന്നള്ളി. ദേവന്മാരും ഋഷിമാരും ശ്രീരാമനെ സ്തുതിച്ചു. വാനരന്മാർ മായാവികളല്ലേ? അവർ മനുഷ്യരൂപം പൂണ്ട് ആനപ്പുറത്ത് സഞ്ചരിച്ചു. പെരുമ്പറയും ശംഖനാദങ്ങളും മുഴങ്ങി. സൈന്യങ്ങൾ നിരത്തിൽ നിറഞ്ഞൊഴുകി. തെരുവിൻ്റെ ഇരുവശത്തും ശ്രീരാമനെ ദർശിക്കാൻ അയോധ്യാവാസികൾ നിരന്നു. അരമനയിലെത്തിയ രാമൻ കൗസല്യാദേവിയെ പുണർന്നു. കൈകേയി, സുമിത്ര എന്നിവരെ വന്ദിച്ചു. അഭിഷേകത്തിന് കൊണ്ടുവന്ന നാൽക്കടൽ വെള്ളം ഋഷിമാർ സ്വർണകുംഭങ്ങളിൽ നിറച്ചു. വസിഷ്ഠ ഗുരു ബ്രാഹ്മണരോടൊപ്പം നിന്ന് രാമനെ സീതാസമേതം മണിപീഠത്തിലിരുത്തി. വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി എന്നീ മുനിമാർ ശ്രീരാമനെ പുണ്യജലം കൊണ്ട് യഥാവിധി അഭിഷേകം ചെയ്തു. ദേവന്മാർ പൂമാരി തൂക്കി. കാള, പശു, കുതിര എന്നിവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. സ്വർണ്ണനാണയങ്ങൾ വാരിക്കോരി കൊടുത്തു. സുഗ്രീവന് രത്നഹാരവും അംഗദന് തോൾ വളകളും മണിരത്നങ്ങൾ പതിച്ച ദിവ്യഹാരം സീതയ്ക്കും നൽകി. മറ്റു ശ്രേഷ്ഠ വാനന്മാരെല്ലാം ആഭരണങ്ങളും വസ്ത്രങ്ങളും നൽകി സൽക്കരിച്ചു. സീത തൻ്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീരാമനെയും വാനരന്മാരെയും മാറി മാറി നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്താ? അത് ആരെയോ തെരയുകയാണ്. എല്ലാം രാമന് മനസ്സിലായേ. സീതയുടെ മനോഗതം ശ്രീരാമനല്ലേ അറിയൂ. ആ മാല സീത ഹനുമാന് നൽകി. ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും വലിയ ഭക്തൻ. ഹനുമാനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ഭഗവാന്റെ ആഭരണമാണ് പിടിച്ചുപറ്റിയിരിക്കുന്നത്. ശ്രീരാമൻ ഹനുമാനെ അടുത്തേക്ക് വിളിച്ചു. എന്തിനെന്നോ? ഇഷ്ടപ്പെട്ട വരം ആവശ്യപ്പെടാൻ. എന്ത് ആഗ്രഹം നിറവേറ്റാനും എന്ത് വരം നൽകാനും ശ്രീരാമൻ സന്നദ്ധനാണ്.
ഹനുമാൻ ശ്രീരാമനെ വണങ്ങി അറിയിച്ചു, ഒരാഗ്രഹമേ തനിക്കുള്ളൂ. രാമനാമം ലോകത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജീവിക്കണം. അന്നുവരെ രാമചിന്ത തൻ്റെ മനസ്സിൽ നിലനിൽക്കണം. അതേ ഹനുമാനും മോഹമുള്ളൂ. രാമനാമം എത്ര ജപിച്ചാലും മതിയൊരാത്ത ഭക്തൻ. ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചു. ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയി. എന്തിന്? ശേഷിച്ച കാലം തപസ് ചെയ്യാൻ. ഗുഹനെ ശൃംഗവേരപുരത്തേക്കും സുഗ്രീവനെ കിഷ്കിന്ധയിലേക്കും വിഭീഷണനെ ലങ്കയിലേക്കും യാത്രയാക്കി. പദവി ആഗ്രഹിക്കുന്നവനല്ലെങ്കിലും യുവരാജ പദവിയിൽ അഭിഷേകം ചെയ്യപ്പെട്ട ലക്ഷ്മണൻ ഭക്തിപൂർവ്വം രാജസേവയിൽ മുഴുകി. എല്ലാവരിലും വാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് ശ്രീരാമൻ നാടുവാണു. അശ്വമേധം മുതലായ യാഗങ്ങൾ ചെയ്തു. അയോധ്യയിൽ സമൃദ്ധി വിളയാടി. ശ്രീരാമന്റെ ഭരണകാലത്ത് വിധവകൾ അനാഥരായി കരഞ്ഞില്ല. ആർക്കും ഭീതി വേണ്ട. രോഗങ്ങളില്ല. കള്ളന്മാരെ പേടിക്കാതെ കഴിയാം. ബാലമരണങ്ങളില്ല. യഥാസമയം മഴയുണ്ട്. പിതാവ് മക്കളെ പോലെ ശ്രീരാമൻ ജനങ്ങളെ സംരക്ഷിച്ചു. വളരെക്കാലം രാജ്യം ഭരിച്ചു. രാമരാജ്യത്തിൻ്റെ മഹിമ ജനം പാടിപ്പുകഴ്ത്തി. ശ്രീരാമൻ ലോകത്തിനു മുഴുവൻ മാതൃകയായി തീർന്നു. രാമ രാമ രാമ.